ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ട ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചത്. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വീകരണം, ഇല്ലെങ്കിൽ ആ ഹസ്തിനപുരവാസികളായിട്ടുള്ള എല്ലാവർക്കും ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന ഒരു ഉത്സവമായിട്ട് തന്നെ അത് മാറി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം എന്താ? രാജസൂയ യജ്ഞം നടക്കാൻ പോകുന്നതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും അവിടെ പ്രകടമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ നഗരത്തിൽ പ്രവേശിച്ചു. ഹൃദ്യമായ അന്തരീക്ഷം ആസ്വദിച്ച് കൊണ്ട് സാവധാനം മുന്നോട്ട് നീങ്ങി. ഭഗവാൻ കൃഷ്ണൻ എന്ന ദർശനയോഗ്യനായ ഒരേ ഒരു വ്യക്തി വീതിയിലൂടെ കടന്നു പോകുന്നു എന്ന് കേട്ട് വീടുകളിലുള്ള പെൺകിടാങ്ങൾ സർവദാ പ്രസിദ്ധനായ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആവേശം കൊണ്ടു. അദ്ദേഹത്തെ കാണാനുള്ള ആവേശം കൊണ്ട് അവരുടെ മുടിക്കെട്ടഴിഞ്ഞു, അവരുടെ ഉൾവസ്ത്രങ്ങൾ അയഞ്ഞു, ജോലികൾ ഇട്ടെറിഞ്ഞു. ഭർത്താവുമൊത്ത് കിടക്കയിൽ സഹിച്ചിരുന്നവർ ഭർത്താക്കന്മാരെ വിട്ട് ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് നേരെ തെരുവിലെത്തി. അപ്പോൾ പണ്ട് രാസലീല അല്ലെങ്കിൽ ഭഗവാന്റെ മുരളീനാഥം കേട്ടപ്പോൾ ഗോക്കളും ചെവി കുറിപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മുരളീനാഥം കേട്ട ഭാഗത്തേക്ക് വേണുഗാനത്തിൽ ആകർഷനായിക്കൊണ്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഭൗതികതയെല്ലാം വിട്ടിട്ട് ഭഗവാനിലേക്ക് അടുത്ത അതേ ഭാവം തന്നെയാണ് ഇവിടെ കൃഷ്ണൻ പാണ്ഡവരുടെ നഗരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ കർമ്മത്തിൽ നിന്ന് വിമുഖത കാട്ടിക്കൊണ്ട് അതാത് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വ്യഗ്രത പൂണ്ടുകൊണ്ട് എല്ലാവരും ഓടിയെത്തി എന്നാണ് പറയുന്നത്. ചതുരംഗപ്പടയുടെ ഘോഷയാത്ര തിരക്കേറിയതായിരുന്നു. ജനക്കൂട്ടം മൂലം വേണ്ട പോലെ കാണാൻ കഴിയാത്തവർ പുരമുകളിൽ സ്ഥാനം പിടിച്ചു. ആയിരക്കണക്കിന് ഭാര്യമാരുമൊത്ത് നടന്നു നീങ്ങുന്ന ഭഗവാൻ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞതിൽ അവർ വളരെയധികം സന്തുഷ്ടനായി. അവർ ഘോഷയാത്രയുടെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. മനസ്സുകൊണ്ട് കൃഷ്ണനെ ആലിംഗനം ചെയ്തു. ഹൃദ്യമായിട്ട് എല്ലാവരും ഭഗവാനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു. അനേകം ജ്യോതിർഗോളങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനെ പോലെ ഭഗവാൻ പ്രകാശിച്ചു. ആയിരക്കണക്കിന് റാണിമാരുടെ മധ്യത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ പരസ്പരം സംഭാഷണം തുടങ്ങി. ഒരു പെൺകുട്ടി മറ്റൊരു ഗോപിയോട് പറഞ്ഞു, കൃഷ്ണന്റെ കടക്കൺ വിലാസവും മന്ദസ്മിതവും സദാ ആസ്വദിക്കാൻ എന്ത് പുണ്യകർമ്മങ്ങളാണ് ഈ റാണിമാർ ചെയ്തിട്ടുള്ളതെന്ന് ഊഹിക്കാൻ പോലും പ്രയാസമാണ്. ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം തെരുവുവീഥിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തെ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ പലയിടത്തു വെച്ചും സമ്പന്നരും ബഹുമാന്യരും മുക്തരുമായ പൗരജനങ്ങൾ മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ അദ്ദേഹത്തിന് തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിച്ചു. ഇങ്ങനെ അവർ അദ്ദേഹത്തെ വിനീത ദാസന്മാരായിട്ട് പൂജിച്ചു. ഇതാണ് ഭഗവാൻ തന്നെ ഇപ്പൊ ഗുരുവായൂർ തന്നെ ഉത്സവം നടക്കുന്ന സമയത്ത് നഗരപ്രദക്ഷിണം എന്ന് പറയുന്ന ആ ഉത്സവത്തിലെ ഒരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ ഘോഷയാത്ര, ഈ ഉത്സവങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരു കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് പൂരാഘോഷങ്ങളും അതിന് അവര് മനുഷ്യൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇന്നും പ്രകടമായിക്കൊണ്ടിരിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഒരു പൂരം എന്ന് പറഞ്ഞാൽ തന്നെ, ഇല്ലെങ്കിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രദേശവാസികളുടെ ഗ്രഹത്തിലുള്ളവരുടെയും അംഗങ്ങളുടെ എല്ലാവരുടെയും ആത്മബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ സുഹൃത്ത് ബന്ധം കൊണ്ടോ തന്നെ ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നോ എല്ലാവരുടെയും മനസ്സിലൊരു ഉത്സാഹം ജനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂടിച്ചേരലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അവിടെ പൂരം ആഘോഷം എഴുന്നള്ളിച്ച് വരുന്ന സമയത്തൊക്കെ നമ്മൾ വരുന്ന വീഥിയിലൊക്കെ ശ്രദ്ധിച്ചറിയാം. മുഖാംബികയിൽ രഥയാത്ര വരുമ്പോഴോ, ഇല്ലെങ്കിൽ പുരിയിൽ രഥയാത്ര വരുമ്പോഴോ, ഇല്ലേ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഉത്സവകാലത്ത് നഗരപ്രദക്ഷിണത്തിൽ ഇറങ്ങുന്ന സമയത്തോ ഒക്കെ ഇത്തരത്തിൽ ഒരു മനോഭാവത്തെ, ഒരു ഉത്സാഹത്തെ ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഭാവം പണ്ട് തന്നെ ഭഗവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ രാജസൂയ യജ്ഞത്തിൽ അവിടെ പ്രകടമായിരുന്നു എന്നർത്ഥം. അതാണ് ഭഗവാനും ഭക്തിമാരും 16,000 കണക്കിന് ഭാര്യമാരും
ഒക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ട് തന്നെയാണ്. ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. വസുദേവ കുടുംബകം എന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ആ ഭഗവാനെയും ഭഗവാന്റെ കൂടെയുള്ള ഭക്തിമാരെയും റാണിമാരെയും ഒക്കെ കാണുമ്പോൾ മറ്റുള്ള സാധാരണ പൗരജനങ്ങൾക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഭഗവാന്റെ ആ പെരുമാറ്റവും ആ ഭഗവാന്റെ സാന്നിധ്യത്താൽ ഒരു കുടുംബത്തിൽ ഭഗവാന്റെ തന്നെ ഭാര്യയുമായിട്ട് ജനിക്കാൻ ഇടവരുന്നതും അതനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ ഒപ്പം ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്ന ആ മനുഷ്യന്റെ മനസ്സിന്റെ വികൽപ്പത അല്ലെങ്കിൽ വികൽപ്പനങ്ങളൊക്കെ ഇവിടെ പ്രകടമാകുന്നുണ്ടെന്നർത്ഥം. ഭഗവാൻ കൃഷ്ണൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദർശന മാത്രയിൽ തന്നെ സ്ത്രീജനങ്ങൾ ഒന്നടങ്കം വാത്സല്യ അതിരേകത്താൽ ആകുലചിത്തരായി തിളങ്ങുന്ന കണ്ണുകളിലൂടെ തങ്ങളുടെ പ്രേമവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു. മന്ദഹാസപൂർവം അവരുടെ വികാരങ്ങളും സ്വീകരണവും അദ്ദേഹം കൈക്കൊണ്ടു. തന്റെ അനന്തരവനും പരമപുരുഷനുമായിരിക്കുന്ന കൃഷ്ണനെ കണ്ട പാണ്ഡവ മാതാവായിരിക്കുന്ന കുന്തിക്ക് സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി. ഉടനെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുത്രവധുവായിരിക്കുന്ന ദ്രൗപദിയുമൊത്ത് അദ്ദേഹത്തിന്റെ മുന്നിലെത്തി മാതൃവാത്സല്യത്തോടെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. കൃഷ്ണനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നതോടെ അദ്ദേഹത്തെ വേണ്ട വിധം സ്വീകരിച്ച് പൂജിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ യുധിഷ്ഠിരൻ ആവേശത്താൽ ആകുലനായിപ്പോ ഒരു നിമിഷത്തേക്ക്. ഭഗവാൻ കൃഷ്ണൻ ആഹ്ലാദപൂർവ്വം കുന്തിക്കും മറ്റു മുതിർന്ന സ്ത്രീകൾക്കും സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. ദ്രൗപദിയോടൊപ്പം ഭഗവാന്റെ അനുജത്തി സുഭദ്രയും ഉണ്ടായിരുന്നു. അവരിരുവരും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാദരം പ്രണമിച്ചു. ശ്വശ്രുവിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ദ്രൗപദി വസ്ത്രങ്ങളും ആഭരണങ്ങളും പുഷ്പമാല്യങ്ങളും കൊണ്ടുവന്നു. ഈ വക അനുസാരികളുമായിട്ട് അവർ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, ലക്ഷ്മണ, സത്യ എന്നീ റാണിമാരെ സ്വീകരിച്ചു. അതായത് 8 പേരാണ് ഭഗവാന്റെ 8 ഭക്തിമാരായിട്ട് പ്രധാനപ്പെട്ട ഭക്തിമാരായിട്ട് സഹധർമ്മിണികളായിട്ട് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ 8 പേരെ സ്വീകരിച്ചത് ദ്രൗപദി തന്നെയാണ്. പട്ടുവസ്ത്രങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇവർ കൃഷ്ണന്റെ മുഖ ഭക്തിമാരാണ്. അതുകൊണ്ടാണ് ആദ്യം അവർക്ക് സ്വീകരണം നൽകിയത്. തുടർന്ന് മറ്റ് റാണിമാരെയും അതായത് 16,100 പേരെയും വഴിയാമണ്ണം സ്വീകരിച്ച് യുധിഷ്ഠിരൻ കൃഷ്ണന് വിശ്രമിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം എത്തിയ റാണിമാർ, മന്ത്രിമാർ, കാര്യദർശികൾ തുടങ്ങിയവരുടെയൊക്കെ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പാണ്ഡവരുടെ അതിഥികളായിട്ട് താമസിക്കുന്നിടത്തോളം കാലം എന്നും പുതിയ പുതിയ സ്വീകരണ രീതികൾ അവർക്ക് അനുഭവപ്പെടാൻ വേണ്ട ഏർപ്പാടുകളും അദ്ദേഹം പ്രത്യേകം ചെയ്തു. അപ്പോൾ 16,108 റാണിമാർക്കും കൃഷ്ണസമേതനായിക്കൊണ്ട് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരൻ ഒരുക്കി കൊടുത്തു. അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അപ്പോൾ കുറേ ദിവസം രാജസൂയം കഴിയുന്നവരെ ഇനി ഇവിടെയൊക്കെ തന്നെ താമസിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഓരോ ദിവസവും തന്നെ അവർക്ക് വസ്ത്രം കാറുന്നതിനോ അവർ താമസത്തിൻ്റെ സൗകര്യങ്ങളിലോ ഒക്കെ ഒന്നും കുറവ് വരുത്താത്ത വേണ്ടത്ത ദാസിമാരും അല്ലെങ്കിൽ അതുപോലുള്ള സേവകന്മാരെയൊക്കെ ഏർപ്പാടാക്കി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇത്രമാത്രം മഹത്തായ ഒരു യജ്ഞം നടക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഭാവമാണ് ഇന്നും നമ്മൾ ഓരോ ഉത്സവങ്ങളായിട്ടും പൂരങ്ങളായിട്ടും ആഘോഷങ്ങളായിട്ടും ഒക്കെ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ ഈശ്വരന്മാർ ഇല്ലെങ്കിൽ ഭഗവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ദേവാൻ ഭാവയെ താൻ ഏനതേ ദേവ ഭാവയെന്തുവാക്കാം. അപ്പം ഇത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഭഗവാന്റെ അതാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത്. ജന്മവാസന കൊണ്ടോ കർമ്മവാസന കൊണ്ടോ ഭഗവാന്റെ നിയതമായ മാർഗങ്ങളെ തന്നെ മനുഷ്യന് ആശ്രയിക്കാൻ സാധിക്കൂ. കാരണം ആത്യന്തികമായിട്ട് ഭഗവാന്റെ തന്നെയാണ് ജീവൻ അംശം തന്നെ നമുക്ക് ശരീരത്തിൽ പരാശക്തിയായിട്ടിരിക്കുന്നതും അപരാശക്തിയുടെ പ്രഭാവം കൊണ്ട് പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വസ്തു ശരീരമായിട്ടിരിക്കുന്നതും അതിനെ ചേർത്ത് വച്ചിരിക്കുന്നതും ഭഗവാനായതുകൊണ്ട് ആത്യന്തികമായിട്ട് ഈ ഭഗവാന്റെ നിയതമായ കർമ്മമാർഗത്തിൽ നിന്ന് നമുക്കൊന്നും വ്യതിചലിക്കാൻ സാധ്യമല്ല. അത് സ്വാർത്ഥ താല്പര്യത്താൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ കർമ്മദോഷങ്ങളുകൊണ്ട് വാസനാ മാലിന്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഏത് കർമ്മം ചെയ്യുമ്പോൾ അപ്പോൾ ആ വാസനാ മാലിന്യങ്ങളാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റി നിർത്തുന്നതോ ഒരു നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒക്കെ ആയിട്ട് ജനിക്കാൻ ഇടവരുന്നതൊക്കെ.
അതായത് ദൈവീയ സമ്പത്തോടുകൂടി ജനിക്കുന്നവനും ആസുരീ സമ്പത്തോടുകൂടി ജനിക്കുന്നതും രണ്ടും സംഭവിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണെന്നർത്ഥം. അപ്പോൾ ആരും അന്യരല്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ് ഇവിടെ നിയതമായ മാർഗം എന്ന് പറയുന്നത്. ഇവിടെ സ്വീകരണം കൊടുക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഒരേപോലെയുള്ള ഭഗവാനെ സ്വീകരിക്കുമ്പോൾ, ഭഗവാനെ ആദരിക്കുമ്പോൾ, ഭഗവാനെ ശുശ്രൂഷിക്കുമ്പോൾ, ഭഗവാന്റെ കൂടെയുള്ള പാർഷദന്മാരെയും ഒരേപോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ അർത്ഥം. അപ്പോൾ ഭഗവാനെ പൂജിക്കുന്നവരായാലും ഭഗവാന്റെ സേവന വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരായാലും അവരോടും ഭഗവാന്റെ അതേ ഭാവത്തിൽ തന്നെ അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് അതാണ് മാധവ സേവ എന്ന് പറയുന്നത്. അത് തന്നെയാണ് മാനവ സേവ. അതാണ് ഇവിടെ രാജസൂയ യജ്ഞത്തിലേക്ക് ഭഗവാനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതും ഭഗവാന്റെ റാണിമാർക്കും 16,108 റാണിമാരിൽ 8 പേര് ഏറ്റവും പ്രധാനപ്പെട്ടവാണ്. അവർക്കും നേരിട്ട് ദ്രൗപദി തന്നെ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ളവരെയും യാതൊരു കുറവും വരുത്താത്ത വിധത്തിൽ അവർക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അർജുനന്റെ സഹായത്തോടു കൂടി ഈ കാലയളവിലാണ് അഗ്നിദേവന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഖാണ്ഡവവനം വിഴുങ്ങാൻ അഗ്നിക്ക് അനുവാദം നൽകിയത്. അന്ന് ആ വനത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന മായാസൂര്യനെ ആ കാട്ടുതീയിൽ നിന്ന് കൃഷ്ണൻ രക്ഷിച്ചു. പാണ്ഡവരോടും ഭഗവാൻ കൃഷ്ണനോടുമുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഹസ്തിനപുരം നഗരത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു സഭാമണ്ഡപം മായാസുരൻ നിർമ്മിച്ചു കൊടുത്തത്. അപ്പം ഈ അർജുൻ്റെ സഹായത്തോടു കൂടി അർജുനും ഭഗവാനും കൂടെ കൂടിയിട്ടാണ് ആ ഖാണ്ഡവവനം ദഹിപ്പിച്ച് അതിൽ നിന്നാണ് ഇന്ദ്രപ്രസ്ഥം, അതായത് ഇവർക്ക് കൊടുത്ത ഭൂമി വെറും തരിശ് ഭൂമിയായിരുന്നു. അവിടെ കാട്ടുതീ പടർന്നു കിടന്നിരുന്ന ഒരവസ്ഥയിൽ ആ കാട്ടുതീയെ ശമിപ്പിക്കുന്ന ഇല്ലെങ്കിൽ ഖാണ്ഡവവനം ദഹിപ്പിച്ച് അത് ശുദ്ധീകരിച്ച് അതിൽ മായ എന്ന അസുരന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ഇങ്ങനെ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന സഭാമണ്ഡപം പണി കഴിപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം രാജാ യുധിഷ്ഠിരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ മാസങ്ങളോളം ഹസ്തിനാപുരത്തിൽ തന്നെ അന്ന് തന്നെ താമസിച്ചാണ് ഇന്ദ്രപ്രസ്ഥമൊക്കെ നിർമ്മിതി നടത്തിയത്. ഈ മാസങ്ങളിൽ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ അദ്ദേഹം പലയിടത്തും ചുറ്റി കറങ്ങിയിരുന്നു. അർജുനുമൊത്ത് നടത്തിയിരുന്ന യാത്രാവേളകളിൽ അനേകം യുദ്ധവീരന്മാരും പടയാളികളും അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാജസൂയത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴും അവിടെ ഭഗവാനും അർജുനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ അർജുൻ്റെ സഹായത്തോടു കൂടി എത്ര കാലം അവിടെ താമസിച്ചോ. അപ്പോൾ അഗ്നിദേവന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഖാണ്ഡവവനം ദഹിപ്പിച്ചത്. ഭഗവാൻ ഖാണ്ഡവവനം വിഴുങ്ങാൻ അഗ്നിക്ക് അനുവാദം നൽകിയത് എന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കഥയൊക്കെ മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഖാണ്ഡവവനം ദഹിപ്പിച്ചത്, അതിനുള്ള കാരണമെന്ത്, അഗ്നിദേവന് അവിടെ പ്രവേശിക്കാൻ ഒരു ശാപം കൊണ്ട് തന്നെ സാധിക്കാതിരുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഖാണ്ഡവവനം ദഹിപ്പിക്കാനുള്ള അനുവാദം ഭഗവാനാണ് നൽകിയത് എന്നും പറയുന്നു. അന്ന് ആ വനത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന മയാസുരനെ കാട്ടുതീയിൽ നിന്ന് കൃഷ്ണൻ രക്ഷിച്ചു. അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥം അല്ലെങ്കിൽ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചു നൽകിയതും ഈ മായാസുരൻ ആയിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പാണ്ഡവരോടും ഭഗവാൻ കൃഷ്ണനോടുമുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഹസ്തിനാപുരത്തിൽ തന്നെ ആ ഹസ്തിനാപുര നഗരത്തിൽ തന്നെ അത്ഭുതകരമായിട്ടുള്ളൊരു സഭാമണ്ഡപം മായാസുരൻ നിർമ്മിച്ചു നൽകിയത്. ഇപ്രകാരം രാജാ യുധിഷ്ഠിരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ മാസങ്ങളോളം ഹസ്തിനാപുരത്തിൽ അന്ന് തന്നെ ആ ഇന്ദ്രപ്രസ്ഥമൊക്കെ നിർമ്മിക്കുന്ന സമയത്തൊക്കെ കുറെ കാലം ഭഗവാൻ അതായത് ഹസ്തിനാപുരം തന്നെ രാജ്യം രണ്ടായിട്ട് പകുത്തിട്ട് പകുതി ഭാഗം പാണ്ഡവർക്ക് നൽകിയുണ്ടായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഒരു ഘട്ടത്തിൽ എത്തിയിട്ട് അന്ന് ഇന്ദ്രപ്രസ്ഥവും ഒക്കെ നിർമ്മിച്ച് അതായത് തരിശുഭൂമിയായി കിടന്നിരുന്ന ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റിയതും അവിടെ ഇന്ദ്രപ്രസ്ഥം പോലും ഒരു നഗരം ഇല്ലെങ്കിൽ ഒരു സഭാമണ്ഡപം തന്നെ നിർമ്മിച്ച് നൽകിയത് ഭഗവാന്റെ സഹായത്താൽ മായാസുരനാണ്. അത്ഭുതകരമായ സഭാമണ്ഡപം മായാസുരനാണ് നിർമ്മിച്ച് പാണ്ഡവർക്ക് കൊടുത്തത് എന്നിവിടെ എടുത്ത് പറയുന്നു. ഇപ്രകാരം യുധിഷ്ഠിരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ മാസങ്ങളോളം ഹസ്തിനാപുരത്തിൽ തങ്ങിയതും അന്ന് തങ്ങിയതും അതെ ഇപ്പോൾ രാജസൂയത്തിൻ്റെ ഘട്ടത്തിലും ഭഗവാൻ റാണിമാരുമായിട്ട് വന്നിവിടെ താമസിക്കാൻ തീരുമാനിച്ചതും
ഇതിൻ്റെ ഭാഗം തന്നെയായിട്ടാണെന്ന് പറയുന്നു. അപ്പം അർജുനുമൊത്ത് നടത്തിയിരുന്ന യാത്രാവേളയിൽ ഇങ്ങനെ അനേക ദിവസം താമസിച്ചപ്പോൾ ഭഗവാൻ നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങാനും അർജുനോടൊപ്പം തന്നെ അർജുൻ്റെ സഹായത്താലാണ് ഒക്കെ കാണാൻ പോയതും എന്നുകൂടി പറയുന്നു. ഇങ്ങനെ വിസ്തരിച്ചുകൊണ്ടാണ് ഈ ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയ ആ ഒരു ഭാഗം വർണ്ണിക്കുന്നതാണ് ഈ അധ്യായം. അതായത് 70-ാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം ഇതോടുകൂടി ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി അടുത്ത 71-ാമത്തെ അധ്യായം ജരാസന്ധന്റെ മോക്ഷമാണ്. പൗരജനങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, മറ്റ് മാന്യന്മാർ എന്നിവരൊക്കെ ഉൾപ്പെട്ട സദസ്സിൽ സ്വന്തം സഹോദരന്മാരുടെ സാന്നിധ്യത്തിൽ യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട കൃഷ്ണ, ഒരു ചക്രവർത്തി രാജസൂയ യജ്ഞം നടത്തേണ്ടതുണ്ട്. യജ്ഞങ്ങളുടെ രാജാവാണ് രാജസൂയം എന്ന് പറയുന്നത്. ഈ യാഗത്തിലൂടെ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൗതിക ലോകത്ത് അങ്ങ് അധികാരപ്പെടുത്തിയിട്ടുള്ള അങ്ങയുടെ പ്രതിനിധികളാണല്ലോ അവർ. ആ ധീര സാഹസിക കർമ്മം വിജയകരമാക്കാൻ അവിടുത്തെ സഹായം എനിക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പാണ്ഡവർക്ക് ദേവന്മാരോട് ഒന്നും ആവശ്യപ്പെടാനില്ല. അവിടുത്തെ ഭക്തന്മാരാകയാൽ ഞങ്ങൾ പരിപൂർണ സംതൃപ്തനാണ്. അങ്ങ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭൗതിക അഭിലാഷങ്ങളിൽ അന്ധാളിച്ചു പോയവരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്. അങ്ങയിൽ നിന്ന് വിട്ട് സ്വതന്ത്രമായിട്ട് ഒരു ശക്തിയും ഞങ്ങൾക്കില്ലെന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈ യാഗം നടത്തി ഞാൻ അവരെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ ഭൗതികമായ ലോകത്തിലെ എന്താണ് നമ്മുടെയൊക്കെ ഡ്യൂട്ടി എന്നിവിടെ യുധിഷ്ഠിരൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.